ജപ്പാനിൽ പുതിയ ബാക്ടീരിയ പടരുന്നു. മാംസം ഭക്ഷിക്കുന്ന ഈ ബാക്ടീരിയ അപകടകാരിയെന്നാണ് പഠനം. ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തുന്ന റിപ്പോർട്ടാണ് ജപ്പാനിൽ നിന്നും പുറത്തെത്തുന്നത്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന STSS ബാക്ടീരിയ നിസാരക്കാരനല്ല. 48 മണിക്കൂറിനുള്ളിൽ രോഗം മൂർച്ഛിക്കുകയും മരണം വരെ സംഭവിക്കുമെന്നും പഠനം പറയുന്നു. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്നാണ് ഈ അണുബാധയുടെ പേര്. കൃത്യമായ ചികിത്സ ആവശ്യമാണ്. ജപ്പാനിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ രോഗം ഭീതി പരത്തുന്നുണ്ട്. ജൂൺ മാസം തുടക്കത്തിൽ തന്നെ 977 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 30% ഈ അണുബാധയുടെ മരണനിരക്ക്. ജനുവരിക്കും മാർച്ചിനുമിടയിൽ 77 പേരാണ് STSSനെ തുടർന്ന് ജപ്പാനിൽ മരിച്ചത്. പനിയും തൊണ്ടവേദനയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളിലാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. സന്ധിവേദന, സന്ധിവീക്കം, കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കുന്നു. 50 മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ആന്തരികാവയവങ്ങളെ ബാധിക്കുകയും ശ്വാസപ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാകുന്നു. 2022 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു. 2023 ജപ്പാനിൽ 941 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഹെൽത്ത് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.